ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണുട്ടൻ ഈ രാത്രി എവിടെ പോയതാ? പറ വിഷ്ണുട്ടാ, എവിടെ പോയതാ? എന്തിനാ ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നേ? പോയി കിടന്ന് ഉറങ്ങാൻ പാടില്ലേ? സത്യമേ, വിഷ്ണുവേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. വന്ന് അവനിപ്പോ കളിച്ചും തുള്ളിയും നടന്ന വിഷ്ണുവായി മാറിക്കൊണ്ടിരിക്കുക. ഉത്തരവാദിത്തം ഇല്ലാതെ നടന്ന സമയത്തെ പോലെയാണ് ഇപ്പോ. ഒരു കുടുംബം നോക്കേണ്ടവനല്ലേ? ഇത്ര നേരം അവൻ എന്തെടുക്കുക? മോക്ക് ആ കമലിനെ ഒന്ന് വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നോ? എല്ലാവരെയും വിളിച്ചു. വിഷ്ണുവേട്ടൻ എവിടെയാ പോയിരിക്കുന്നതെന്ന് വിഷ്ണുവേട്ടന് മാത്രമേ അറിയൂ. എന്നോടും പറയില്ല, വേറെ ആരോടും പറയില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് എന്തൊക്കെയോ എന്നെ വിളിക്കുന്നുണ്ട്. ഇനി ഈ ദുശീലം വല്ലതും തുടങ്ങിയോ? ഈ മദ്യപാനെങ്ങാനും? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ഞാൻ അറിയും. ഇത് മറ്റെന്തോ കാര്യ. എന്നാ പിന്നെ അതെന്താണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. ഞാനും ഇരിക്കാം. സത്യമ്മ പോയി കിടന്നോളൂ. ഞാൻ എന്തായാലും വിഷ്ണുവേട്ടൻ വന്നിട്ട് കിടക്കുന്നുള്ളൂ. രണ്ടുപേരും ഒരുമിച്ച് ഉറക്കം കളയേണ്ട കാര്യമില്ലല്ലോ. എന്നാവും വരുമ്പോ വിളിച്ചാ മതി. കാര്യം എന്താണെന്ന് ഞാനും ചോദിക്കാം. നീ ചോദിച്ച ചിലപ്പോ അവൻ സത്യം പറയില്ല. ദേ, വിളിച്ചേക്കണേ. ഞാൻ വിളിച്ചോളാം. ഹലോ വിഷ്ണുവേട്ടൻ, ഇത് എവിടെയാ? എത്ര തവണ ഞാൻ വിളിച്ചു. എത്ര നേരം ഉറക്കം വിളിച്ച് കാത്തിരിക്കാന്നറിയോ? താൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വീടിന് മുന്നിലുണ്ട്. ദേവരുന്നു ഇപ്പൊ സമാനായ? എത്ര നേരമായി വിഷ്ണുട്ടാ? ഇത്ര നേരമൊക്കെ എവിടെ കറങ്ങിയടിച്ച് നടക്കുക? അതൊന്നും പറയണ്ട. നമ്മുടെ കമലല്ലേ, അവന്റെ കാര്യത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു. എന്നിട്ട് കാര്യങ്ങൾ നടന്നില്ല, ഓട്ടോ ഓടി മിച്ചമായി. വെറുതെ സമയം കളയാനായിട്ട്. ആരുടെ കാര്യത്തിന്? എടോ, നമ്മുടെ കമലിന്റെ കാര്യത്തിനെ. വിഷ്ണുവേട്ടൻ എന്ന് മുതൽ എന്നോട് നുണ പറയാൻ തുടങ്ങിയ? ബെസ്റ്റ്. ഇതാണ് അവസ്ഥ. സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല. നീ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? വിഷ്ണുവേട്ടൻ നിക്ക്. ഞാൻ കമലിനെ വിളിച്ചിരുന്നു. അവന്റെ കൂടെ വിഷ്ണുവേട്ടൻ ഇല്ലെന്നാണല്ലോ അവൻ പറഞ്ഞത്. പൊട്ടങ്ങനെ പറഞ്ഞേ? ശരി, ഇപ്പൊ കാര്യം മനസ്സിലായി. അതെന്താ സംഭവം മനസ്സിലായ? താൻ അവനെ വഴക്കുറയുന്നു പേടിച്ചിട്ടാ. അവൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാനെ വിളിച്ചോളെ. വിഷ്ണുവേട്ടനെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. വിഷ്ണുവേട്ടൻ പറയുന്ന ഓരോ മറുപടിയും ശ്രദ്ധിച്ച് പറയുന്നത് സത്യമാണോ അല്ലയോ എന്നൊക്കെ വിഷ്ണുവേട്ടന്റെ ചലനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഞാൻ എന്റെ ഭർത്താവിനെ ശരിക്ക് പഠിച്ചതുകൊണ്ടാ. വിഷ്ണുവേട്ടൻ ഈ പറയുന്നതെല്ലാം നുണയാ. വിഷ്ണുവേട്ടൻ മറ്റെവിടെയോ പോയതാ. എനിക്കത് അറിയണം. വിഷ്ണുവേട്ടൻ എവിടെയാ പോയതെന്ന് എനിക്കറിയണം. എന്റെ ശാലി അങ്ങനെയൊന്നുമില്ല. നീ ഇത് വെറുതെ ഓരോന്ന് ചോദിച്ചിട്ട്. ഉണ്ട്.
എനിക്കറിയണോ അതെന്താണെന്ന്. പറയാനാ പറഞ്ഞത്. അത് വിഷ്ണുട്ടൻ വരുമ്പോ സത്യാമ്മയെ കൂടി വിളിക്കാൻ പറഞ്ഞിരിക്കുക. ഞാൻ വിഷ്ണുട്ടന്റെ അമ്മയെ കൂടി വിളിക്കട്ടെ? പറയേ, വിളിച്ചുണർത്തണോ? പറ, വിളിച്ചുണർത്തണോന്ന്. സത്യാമ്മേ, വേണ്ട. എങ്കി പറ, വിഷ്ണുട്ടൻ ഈ രാത്രി എവിടെ പോയതാ? പറ വിഷ്ണുട്ടാ, എവിടെ പോയതാ? വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ എന്താ പറ്റിയേ? വിഷ്ണുട്ടാ, 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 വിഷ്ണുട്ടാ എന്താ പറ്റിയേ? എന്താ പറ്റിയ വിഷ്ണുട്ടാ? എന്താ? അയ്യോ വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ. വിഷ്ണുട്ടാ, 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 കണ്ണു തുറക്ക്, വെള്ളം കുടിക്ക. വിഷ്ണുട്ടാ എന്താ? വെള്ളം കുടിക്ക. എന്ത് പറ്റി വിഷ്ണുട്ടാ? എന്താ, ഹോസ്പിറ്റലിൽ പോണോ? വിഷ്ണുട്ടാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വിഷ്ണുട്ടാ പറ, ഹോസ്പിറ്റലിൽ പോണോന്ന്. എനിക്ക് എനിക്കൊന്ന് കടന്നാ മതി. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ വന്നേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നമുക്ക് പോയി ഒന്ന് ചെക്ക് ചെയ്യാം. എന്താ പറ്റിയെന്ന് നമുക്ക് അറിയുകയും ചെയ്യാലോ. അതൊന്നുമില്ല, ഒരു സംഭവമില്ല. എനിക്ക് കടന്നാ മതി. ഒന്ന് കിടന്നാ ശരിയോ? വിഷ്ണുട്ടാ, പേടിക്കൊന്നുണ്ട, ഞാൻ പോക്കോളാം. അത് പെട്ടെന്ന് ഈ ടയർഡായിട്ട് ഒന്നുണ്ടാവും. വിഷ്ണുട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതോ എന്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാണിച്ച വഴിയാണോ ഇത്? എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ.